നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CPM ഒരു സുഘടിതമായ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിന്ന് ഒരു രാഷ്ട്രീയ ആൾക്കൂട്ടമായി മാറിയോ എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പോൾ തിരുവനന്തപുരത്ത് മംഗലപുരം ഏരിയ കമ്മിറ്റിയിലാണ് പ്രശ്നമുണ്ടായത്. ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ സമ്മേളനത്തിൽ ബഹിഷ്കരിച്ച് പുറത്തു വരികയും ജില്ലാ സെക്രട്ടറിക്കെതിരെ സാമ്പത്തിക ആരോപണം അടക്കം ഉന്നയിക്കുകയും ചെയ്തത്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തുമാകും, BJP-യിലോ കോൺഗ്രസിലോ DMK-യിലോ ഏത് പാർട്ടിയിൽ വേണമെങ്കിലും ചേരാമെന്ന് അദ്ദേഹം പരസ്യമായി ഇന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് ഒരു നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് ഞാൻ BJP-യിൽ ചേരാൻ പോവുകയാണെന്ന് പറയാൻ പറ്റുക എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. രണ്ടാമത്തെ നോക്കൂ, ഇതിപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം ഏരിയ, വി ജോയുടെ സ്വന്തം ഏരിയയിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതെങ്കിൽ പാലക്കാട് കൊഴിഞ്ഞാമ്പാറ നോക്കൂ, അത് അവിടുത്തെ ജില്ലാ സെക്രട്ടറിയുടെ, പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ എൻ സുരേഷ് ബാബുവിന്റെ സ്വന്തം ഏരിയയാണ് ചിറ്റൂർ. അവിടുത്തെ ഏരിയയിലാണ് കൊഴിഞ്ഞാമ്പാറയിൽ വലിയ വിഭാഗം വരുന്ന നിരവധി ബ്രാഞ്ച് സെക്രട്ടറിമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ സ്വന്തമായിട്ട് സമാന്തരമായി പാർട്ടി ഓഫീസ് വരെ പ്രഖ്യാപിച്ച് പാർട്ടി ഓഫീസിന് പേരുമിട്ടു, അവിടെ പാർട്ടി പതാക ഉയർത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇത് നമ്മൾ മുമ്പ് CPM-ൽ കാണാത്തതാണ്. അപ്പൊ ഇതൊരു ആൾക്കൂട്ടമായി മാറിയോ? അഭിലാഷേ, നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ ശ്രീകുമാർ സാറും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട PSസും ഒക്കെ ഇവിടെ അവരുടേതായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. ഇപ്പോൾ ചെറിയ ഇത്തരം ചലനങ്ങൾ CPM-ൽ ഉണ്ടായതിനെ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്, ഇത്രയ്ക്ക് വാർത്തകൾ ഉണ്ടാകുന്നു. അതേസമയം അപ്പുറത്ത് BJP-യിൽ ആഭ്യന്തര കലാപങ്ങൾ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള നമുക്കറിയാമല്ലോ, അത് കാലങ്ങളായിട്ട് തന്നെ അങ്ങനെ ഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ്. CPM-നെ സംബന്ധിച്ച് ആദ്യമല്ല, ഇത്തരം 5 ലക്ഷം അംഗങ്ങൾ അടങ്ങുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. CPM-ന് 36,000-ഓളം ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട്. ആ ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിച്ച്, ലോക്കൽ സമ്മേളനം പൂർത്തീകരിച്ച് ഏരിയ സമ്മേളനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എവിടെയെങ്കിലും 1-2 ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ആരെങ്കിലും പുറത്തു വന്ന് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് CPM-ന്റെ അടിത്തറ തകരുന്നുള്ള വ്യാഖ്യാനം തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വക്രീകരണമായിട്ടുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഒഞ്ചിയത്ത് നടന്ന സംഭവം എന്താണ്? വർഷങ്ങൾക്ക് മുമ്പ് ഒഞ്ചിയത്ത് നടന്നത് എന്താണ്? ഒഞ്ചിയത്ത് നടന്നത് പാർട്ടിയിൽ നിന്ന് ഇതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഒരു വിഭാഗം കൊണ്ട് മാറി അവിടെ വലിയ രീതിയിലുള്ള, ഇപ്പൊ നമുക്ക് MLA വരെ ഉണ്ട്. അവിടെ പാർട്ടിയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ മാറിയിട്ട് TP ചന്ദ്രശേഖരനും സഖാക്കളും നാളെ BJP-യിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ച് BJP പോയി ചേർന്നിട്ടില്ല. അവർ കമ്മ്യൂണിസ്റ്റുകളായി നിലകൊള്ളുകയാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഇന്ന് ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന ആൾക്ക് ഏരിയ സമ്മേളനത്തിൽ 5 വോട്ട് കുറഞ്ഞത് കിട്ടിയാൽ നാളെ പോയി BJP-യിൽ ചേരാം എന്ന് ചിന്തിക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള രാഷ്ട്രീയ ബോധത്തിലെ മാറ്റം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് കൗതുകകരം. അല്ല, 2 സ്വാർത്ഥപതിയായിട്ടുള്ളവർ, ഒരാൾ പാർട്ടി നടപടി സ്വീകരിച്ച് ഗാർഹിക പീഡനത്തിന് വേണ്ടി പാർട്ടി പുറത്താക്കി പിന്നീട് കേവലം മാസങ്ങൾക്ക് മുമ്പ് മെമ്പർഷിപ്പ് കൊടുത്തൊരു വ്യക്തി, ആ മനുഷ്യൻ അതിനകത്ത് നിന്ന് മാറി അതിന് രഹസ്യമായിട്ട് BJP-ആയിട്ട് കൂടിക്കാഴ്ച കണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ വേറെയാണെന്നുള്ളവരും അദ്ദേഹത്തിന്റെ വാക്കിലൂടെ വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള 1-2 പേരെ, ഇപ്പം മംഗലപുരം ഏരിയ സെക്രട്ടറിയുടെ കഥ എന്താ? ഇന്നലെ മാധ്യമങ്ങളിൽ നമ്മളെല്ലാം ചർച്ച ചെയ്തില്ല, ഞാൻ ചർച്ച പങ്കെടുത്തിട്ടുണ്ടായിരുന്നു 2-3 ചാനലിൽ. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന് ഒരു പ്രത്യേകിച്ചുള്ളവരെ ആശയപരമായിട്ടുള്ള ഭിന്നിപ്പ് അതിനകത്തില്ല. അദ്ദേഹം 3-ാം വട്ടം ഏരിയ സെക്രട്ടറി ആകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോരുക. അതേ ഒരു ചാനൽ ഞാനൊരു ചാനൽ അദ്ദേഹം എന്താ പറഞ്ഞത്, ഞാൻ BJP-ആയിട്ട് കോൺഗ്രസ്സുകാരൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം കോൺഗ്രസിലേക്കാണോ BJP-യിലേക്കാണെന്ന് ഇപ്പോഴും പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം കോൺഗ്രസ് ചേരുന്നതാണ് ബ്രേക്കിംഗ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ പോലെ 1-2 വ്യക്തികൾ BJP-യിലേക്ക് പോകുന്നത് അക്കരപ്പച്ച നേടുന്നവരാ. അതാണ് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞത്. 5 ലക്ഷം അംഗങ്ങൾ അടങ്ങുന്ന 36,000-ഓളം ബ്രാഞ്ച് കമ്മിറ്റികളിൽ ഒരു പ്രശ്നമില്ലാതെ നടന്നൊരു പാർട്ടിയിൽ 1-2 വ്യക്തികൾ സ്വാർത്ഥതയുടെ പേരിൽ അവരെന്തെങ്കിലുമൊക്കെ അക്കരപ്പച്ച തേടി പുറത്തേക്ക് പോകുന്നതിന്റെ പേരിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ പാർട്ടിനെ BJP-യിലേക്ക് ഒഴുക്കുക, അല്ലെ BJP-യിലേക്ക് നേരെ ചാടിപ്പോണെന്നൊക്കെ പറയുന്നത്? അതൊരു വളരെ അതിശയോക്തി നടന്ന ഒരു മറുപടിയല്ലേ? ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. അതേസമയം BJP-യിൽ നിന്ന് RSS-ലേക്ക് ഈ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് CPM-ലേക്ക് അനുഭാവികളായിട്ട് ഒഴുകിയെത്തുന്നവരുടെ ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് പറയാം. ഇപ്പോൾ OK വാസു, അപ്പോൾ സുധീഷ് ബിന്നി, ഇവരൊക്കെ ആരായിരുന്നു കണ്ണൂരിലത്തെ ഈ പറഞ്ഞ RSS-ന്റെ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് സഹിതമുള്ളവരാണ് വന്നിരിക്കുന്നത്. അവർ ഈ പാർട്ടിയായിട്ട് ആശയപരമായ രീതിയിൽ നമ്മുടെ സംസാരിക്കേണ്ട വൈരുദ്ധ്യമായ രീതിയിലുള്ള ഒരു പ്രവർത്തിയെന്ന് തോന്നുന്നു. പക്ഷെ അവർക്ക് മനസ്സിലായി, അവർ തള്ളി പറഞ്ഞു സത്യസന്ധമായ രീതിയിലുള്ള മതേതരത്തെ എന്നാണെന്നുള്ളവരും ഞങ്ങൾക്ക് ബോധ്യം, ഞങ്ങളൊരു റോങ് പാർട്ടിയിലായിരുന്നു, അല്ലെ ഒരു റോങ് പ്രസ്ഥാനത്തിലാന്ന് പറഞ്ഞുകൊണ്ട് 100 ആളുകൾ ഈ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. 1.5 പതിറ്റാണ്ട് മുമ്പാണ് OK വാസുമാഷ് BJP-യുമായി തെറ്റുന്നത്. താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹം ജില്ലാ പ്രസിഡന്റൊക്കെ ആയിരുന്നു. അത് തെറ്റിയത് അവിടുത്തെ ഒരു പ്രാദേശിക വിഷയത്തിലാണ്, രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകളുടെ പേരിലല്ല. അന്നത്തെ നേതൃത്വവുമായി ചില വിഷയങ്ങളിൽ ഉണ്ടായിട്ടുള്ള എതിർപ്പ്,
ചില ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചു. അതല്ലാതെ ഒരു തരത്തിലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡിഫറൻസേ ആയിരുന്നില്ല. അങ്ങനെ ബി ജെ പിയുമായിട്ട് ഉടക്കി വാസുമാഷ് ചെയ്തെന്താ അറിയോ? ഞാൻ ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രം എനിക്ക് ജീവനുള്ള കാലം വരെ മറക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനൊരു പുതിയ സംഘടന രൂപീകരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രൂപീകരിച്ച സംഘടനയുടെ പേരാണ് നമോ വിചാർ മഞ്ച്, നരേന്ദ്രമോദി വിചാർ മഞ്ച്. അങ്ങനെ നമോ വിചാർ മഞ്ച് രൂപീകരിച്ച് അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം CPM-ൽ ചേർന്നത്. അതല്ലാതെ ഇവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രാഷ്ട്രീയ മാറ്റം സംഭവിച്ചവരാണ്, തെറ്റുതിരുത്തിയവരാണ്, പരിണാമം സംഭവിച്ചവരാണെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. എല്ലാ രാഷ്ട്രീയ കൂടുമാറ്റങ്ങളും ഇങ്ങനെ തന്നെയാണ്. സ്ഥാനങ്ങൾ കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉടക്കം അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുമ്പോഴാണ് മറുകണ്ഠം ചാടുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ശരിയുടെ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അങ്ങനെ അസംഭവ്യമാണത്. അല്ല, അത് പിന്നെ അഭിലാഷ് അങ്ങനെ വിചാരിക്കാൻ പറ്റത്തില്ല. കാരണം OK വാസു മാഷുടെയും ബിന്നിയുടെയും വീഡിയോകൾ ഞാൻ അങ്ങോട്ട് രണ്ടുതവണ അയച്ചു തരാം. എന്തുകൊണ്ടാണ് തങ്ങൾ ഈ RSS എന്ന് പറയുന്ന അല്ലെ BJP എന്ന് പറയുന്ന വർഗീയ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് ഞങ്ങൾ മോചിതരായത് എന്താണെന്നുള്ളവരും അവർ വിശദീകരിക്കുന്ന വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിൽ നിറയെ കിട്ടുന്നുണ്ട്. വന്നപ്പോൾ നിങ്ങൾ അല്ലാതെ ഇപ്പൊ CPM-ൽ വന്നിട്ട് പിന്നെ BJP-യുടെ ആശയം പറഞ്ഞു. അതുപോലെയല്ലേ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ പോയിട്ട് നെഹ്റുവിയൻ സോഷ്യലിസം പറയുന്നത്? ഇതൊക്കെ ഒരുപോലെയാണെന്ന്. അല്ലല്ല, അതെങ്ങനെയാ ഒരുപോലെ ആകുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും നേരെ കോൺഗ്രസിലേക്ക് പോയാൽ പറയുന്നോ? അവരെ നിങ്ങൾ തെറ്റായി വായിക്കുന്ന അവരുടെ ആശയങ്ങൾ അവരെന്തുകൊണ്ടാണ് ഈ വർഗീയ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് മാറി മതേതര പുരോഗമന കാഴ്ചപ്പാടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ടിയ മാർക്സിസ്റ്റ് ചേർന്നതെന്നുള്ളവരും അവർ വിശദീകരിക്കുന്ന നിരവധി വീഡിയോകൾ ഇവിടെ ഉണ്ട്. അതാണ് ആശയപരമായ മാറ്റം എന്ന് പറയുന്നത്. അതേസമയം പങ്ങനപുരം പിന്നെ ഏരിയ സെക്രട്ടറി മധുവും ഈ പറയുന്ന പിന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലപ്പുഴയിലെ കുതികാൽ വെട്ടി നടത്തുന്ന പോലെ അല്ല അവരൊക്കെ വന്നത്. അപ്പൊ നിങ്ങളത് കാണുന്നില്ല. ആശയപരമായ രീതിയിലുള്ള പിന്നെ എന്താ പറയാ മാറ്റവും ആ പുരോഗമന ആശയങ്ങളും നേടിയെടുക്കുകയും ചെയ്യുന്നവര് ഈ CPM-ലെ പോലുള്ള ഇടതുപക്ഷത്തേക്ക് ആകർഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പാർട്ടി തകർന്നുകൊണ്ടാണോ? ഈ പാർട്ടിയുടെ ആശയം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടല്ലേ? അവരെ പോലെ അതാണ് CPM-ന്റെ ആത്മവിശ്വാസം. ആവട്ടെ, എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നത്. സ്വാഭാവികമായും അതാത് പാർട്ടികൾക്ക് അവകാശവാദം ഉന്നയിക്കാം.